സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കണതേ ഞങ്ങളുടെ വനിതാ സമാജത്തിൻ്റെ, അതായത് ജബലലി ജാക്കബറ്റ് സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിലെ വനിതകളുടെ വിങ്ങിൽ നിന്നും അറേഞ്ച് ചെയ്തതാണിത്. എല്ലാവർക്കും തന്നെ അന്ന് വരാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ തന്നെയല്ല, നിങ്ങൾ നോക്കിയത് നല്ല ഫോഗുള്ള ദിവസമാണ്. ദേവതമ്പ്രാൻ്റെ കൃപ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും കൂടാതെ കൊണ്ട് അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റി. അങ്ങനെ യാത്രയ്ക്ക് ഒടുവിൽ നമ്മളിതേ ഇപ്പോൾ ഉമ്മൽക്കോയിനിലെ ഹാങ്ങിങ് ഗാർഡൻ, അതാണ് ഇതിൻ്റെ പേര്. ഹാങ്ങിങ് ഗാർഡനിൽ നമ്മളവിടെ എത്തിച്ചേർന്നു. ഒരു ദിവസത്തെ ഒരു ട്രിപ്പിനൊക്കെ നല്ലതുണ്ട്. ഫാമിലി ആയിട്ട് ഒന്ന് ട്രാവൽ ചെയ്യാനും ഒന്ന് കറങ്ങി അടിച്ച് പോരാനും ഒക്കെ നല്ലതാണ്. ഇത് ശരിക്കും ഒരു മല തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ സ്റ്റെപ്പുകൾ ഒരുപാട് കെട്ടിയിട്ടുണ്ട്. പക്ഷേ മുകളിൽ കയറിയിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം അങ്ങനെ അവിടെ ഒന്നും തന്നെ കാണാനോ അവിടെ നിന്ന് ചെന്ന് നോക്കിയാൽ നമുക്ക് ഇങ്ങോട്ടത്തേക്ക് താഴത്തേക്ക് അതുപോലത്തെ ഒരു ബ്യൂട്ടി ഉള്ളതുപോലെ ഒന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നവർ അങ്ങോട്ടേക്ക് ചെന്ന് കയറണ്ട. കാരണം കയറിയവരെല്ലാം വെള്ളം കുടിച്ചാണ് കയറിയത്. അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും തന്നെ കയറി എന്നുള്ളതാണ് വലിയൊരു കാര്യം. നാട്ടിൽ പണ്ട് റെയിൽപ്പാളങ്ങളിലൊക്കെ നമ്മൾ അതായത് റെയിൽപ്പാളത്തിൻ്റെ താഴെ കാണാറുള്ള പാദപ്പൂവില്ലേ, വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്കാരനെ ഒന്ന് കണ്ടുമുട്ടി. അപ്പോൾ അതിൻ്റെ ഫ്ലവറും അതിനൊക്കെ കണ്ടപ്പോൾ നമുക്ക് പഴയ കാലങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോയി. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ ഇങ്ങനെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. പിള്ളേർക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇച്ചിരി അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഇവിടുത്തെ ഒരു ട്രെയിനാണ്. ഈ ട്രെയിനിൽ നമ്മൾ ഇതിന് ചാർജ് ഉണ്ട് കേട്ടോ. ഈ ട്രെയിനിൽ നമ്മളൊരു കുറച്ച് ദൂരം ഇങ്ങനെ ഒന്ന് കറക്കി കൊണ്ടുവരും. ഈ മലയുടെ മുകളിലേക്കൊന്നും കൊണ്ടുപോകില്ല, താഴെ മാത്രം ഇങ്ങനെ ഒന്ന് കറക്കി കൊണ്ടുവരും. പിന്നെ ഫോട്ടോയുടെ കാര്യത്തിൽ ഒരു ട്രെയിൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഏത് രൂപത്തിലൊക്കെ പോസ് ചെയ്തെടുക്കാം അതുപോലെ എല്ലാം പോസ് ചെയ്ത് എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കൊടുത്ത പൈസ വസൂലാക്കിയെന്ന് തന്നെ പറയാം. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഉച്ചയായി. നമ്മൾ ഫുഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഉമ്മൽക്കോയിൻ കണ്ടൽക്കാടുകൾ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കണ്ടൽക്കാടുകൾ കാണാനായിട്ട് ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു അക്വേറിയം പോലത്തെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് തിരക്കേടില്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ. നമുക്കൊരു ജസ്റ്റ് ഒന്ന് പിള്ളേർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ ഉള്ള ചെറിയ ചെറിയ രൂപത്തിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അക്വേറിയത്തിൽ ഈ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പുറത്തും അവരിതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ക്ലബ് കാറുണ്ട് ഈ കണ്ടൽക്കാടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. കാരണം ആ ബ്രിഡ്ജിൻ്റെ അവിടെ വരെ നമ്മൾക്ക് ഈ ക്ലബ് കാറിൽ അവർ കൊണ്ടുവിടും. അതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ കണ്ടൽക്കാടുകളിലേക്ക് അവർ പോകാനായിട്ട് വഴി ഉണ്ടാക്കിയിട്ടേക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെല്ലാം ഈ പുഴകൾ വെള്ളം വറ്റിയിട്ട് ചെളിയായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു പാലമുണ്ട്. അതിൽ കൂടെയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോണത്. അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട്
ഇതുപോലെ മരങ്ങളുണ്ട്. ഈ മരങ്ങളെല്ലാം തന്നെ ഉണ്ടായതാണോ ഇവർ വെച്ച് പിടിപ്പിച്ചേക്കണതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ആ പാലത്തിൻ്റെ താഴേക്ക് നമുക്ക് ആ ഡെപ്ത് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ഈ ഒരു രൂപത്തിലാണ് അവിടെ കിടക്കുന്നത്. കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെളി തന്നെയായിട്ടാണ് ഫീൽ ചെയ്യണത്. പിന്നെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ പതുക്കെ തിരിച്ച് പോരാണ്. തിരിച്ച് നമ്മൾ പോരണ ആ സൈഡിലാണെന്നുണ്ടെങ്കിലും ഫോട്ടോ എടുക്കാനുള്ള പ്ലാറ്റ്ഫോമൊക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കണ്ടൽക്കാടെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോണത് ഉമ്മൽക്കോയിലൊരു ബീച്ചിലേക്കാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ് അംബ്രല്ല ബീച്ച്. ആക്ച്വലി നമ്മൾ ബീച്ചിൽ എത്തിയപ്പോഴേക്ക് ഇച്ചിരി ലേറ്റായിപ്പോയി. ബീച്ചിൽ ഇറങ്ങാമെന്നുള്ളൊരു ഇതിലൊക്കെയാണ് നമ്മൾ പോയത്. പക്ഷേ അതിനുള്ള സമയം നമുക്ക് ശരിക്കും കിട്ടിയില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്തു. നമുക്ക് പറ്റാവുന്ന രൂപത്തിൽ കുറേ ഗെയിംസുകൾ നമ്മൾ അവിടെ ഇരുന്ന് തന്നെ കളിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. ഇപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഏതൊരു കുടയിരിക്കണ കണ്ടോ, അവിടെ ജ്യൂസ് സൈക്കിൾ എന്ന് കാണിച്ചിട്ടുണ്ടോ. അതായത് ഈ സൈക്കിളിന്മേൽ കയറിയിരുന്ന് നമ്മൾ ചവിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഏത് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ജ്യൂസ് ഇതുവഴി വരും. അവർ ഫ്രൂട്ട്സ് ഇട്ട് തരും. അപ്പം നമ്മളിങ്ങനെ കാലുകൊണ്ട് ഇത് ചവിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ ഫ്രണ്ടിലൊരു ജാർ ഇരിപ്പുണ്ട്. ആ ജാറിൽ നിറച്ച് ജ്യൂസ് വരും. ജ്യൂസിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുടിച്ചവരോട് ചോദിച്ചാൽ മാത്രമേ അറിയാൻ പാടുള്ളൂ. ഞാനത് കുടിച്ചില്ല കേട്ടോ. ഇനി ബീച്ചിൻ്റെ സൈഡ് വഴിയൊക്കെ എല്ലാവരും കറങ്ങണുണ്ട്. റീൽസ് എടുക്കണവർ എൻ്റെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ എല്ലാ രൂപത്തിലും ഓരോരുത്തരും മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് നോക്കണുണ്ട്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് ഏതാണ്ട് എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ദുബായിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. എല്ലാവരോടും എനിക്കൊരു അഡ്വൈസ് ഉണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാം നമ്മൾ ഇതിന് പോവുക. സമയം ഉണ്ടാക്കി പോകാനേ നടക്കുള്ളൂ. സമയം നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.